ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്കും കൂടി ഉണ്ടായിരുന്നേ. ഇത് ആദ്യം ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. നമ്മൾ ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 1 kgയുടെ ബാറ്റർ എടുത്തിട്ട് 5 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടോപ്പറായിട്ട് കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്താണ് കേട്ടോ ആ ഒരു ബാറ്റർ ബേക്ക് ചെയ്തത്. ഇങ്ങനെ ബേക്ക് ചെയ്ത് ചൂടാറി ലെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് വെക്കുകയാണ്. നോർമലി ടോൾ കേക്കുകൾക്ക് ചെയ്ത പോലെ തന്നെ നമ്മളത് സ്റ്റിക്ക് ട്രാവൽ ചെയ്യേണ്ടതായതുകൊണ്ട് അകത്ത് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫിനിഷ് ചെയ്തു. പിന്നെ ഇത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. അതിനകത്ത് ഞാൻ വൈറ്റ് ക്രീമിൽ കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു 1/2 kgയിലും താഴെയാണ്, 300 ഗ്രാം ആ ഒരു വെയിറ്റേ വരുന്നുള്ളൂ. അങ്ങനെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കും സെറ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് രണ്ടും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഇതിനകത്ത് നമ്മൾ ബൂസ്റ്റ് ഇടുമ്പം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ, അതിനകത്ത് റെഫറൻസ് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡായിരുന്നു. അങ്ങനെ അതിന് കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു വൈറ്റ് ഷെയ്ഡും കൊടുക്കുന്നുണ്ട് സ്പാനിഷ് ഡിലൈറ്റിന്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫൈനൽ കോട്ടിങ് വരുന്നത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ടാമതെടുത്ത് അതിനും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് വേണമായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും വേണമായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റിന്. ഇത് നമ്മൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആഡ് ചെയ്ത് കേക്കിന് ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗണാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതും മുകളിൽ ഒഴിച്ചു കൊടുത്ത് സൈഡിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡ്രിപ്പിങ് കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചാടി വരുന്നില്ല, സൈഡിലേക്ക് ചെറിയതായിട്ട് രീതിക്ക് ഡ്രിപ്പിങ് കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെറുതായിട്ട് രീതിക്ക് ഞാൻ ഡ്രിപ്പിങ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു കപ്പ് കേക്ക് അതിൻ്റെ മുകളിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തപ്പോൾ തന്നെ ആ കപ്പ് കേക്ക് ഞാൻ ആ ബാറ്റർ തന്നെ വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ ചോക്ലേറ്റ് ഗണാഷിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെന്നി മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു സ്റ്റിക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഓറിയോയുടെ ബിസ്ക്കറ്റ് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച ചോക്ലേറ്റ് എന്ന് പറയുന്നത് കിറ്റ്കാറ്റ് 5 സ്റ്റാർ, മറ്റേ ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സ് ഇല്ലേ അത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോക്ലേറ്റുകളാണ് കേട്ടോ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചോക്ലേറ്റുകളൊക്കെ ഓരോന്നായിട്ട് താഴെ 2 ഒരു കിറ്റ്കാറ്റിൻ്റെ ഹാഫ് പകുതി എടുത്തിട്ട് താഴെ പകുതി മുകളിൽ പകുതി വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ മറ്റേ 5 സ്റ്റാർ താഴെ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം, അങ്ങനെ രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചോക്ലേറ്റിൻ്റെ മറ്റേ ഡയറി മിൽക്ക് ഷോർട്ട്സ്, ഓറിയോ അതെല്ലാം വെച്ച് കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വയ്ക്കുന്നുണ്ട്, നെയിം എഴുതി വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ക്രീം വെച്ച് തന്നെ റോസറ്റ നോസിൽ ഇട്ട് ക്രീം വെച്ച് തന്നെ ചെറിയൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ഇവിടെ തൊടുപുഴയിൽ തന്നെ വന്ന് എടുത്തോളാമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഈ ചോക്ലേറ്റും കപ്പ് കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ മറ്റേ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫൈനൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഫൈനൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ആ ഫൈനൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതായിരുന്നു അതിനകത്ത് ചോക്ലേറ്റും വെച്ച് നെയിമും എഴുതി ടോപ്പറൊക്കെ വെച്ച് ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സെയിം തന്നെ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് റെഫറൻസ് ബുക്കായിട്ട് പലരും അയച്ചു തന്നിട്ടുള്ള ഈ സെയിം തന്നെയാണ്. ഞാൻ തന്നെ ചെയ്ത കേക്ക് എനിക്ക് തന്നെ വീണ്ടും ചെയ്യാൻ ഓർഡർ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ഫൈനലാക്കി എടുക്കുന്നുണ്ട്, ടോപ്പറൊക്കെ വയ്ക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ ഒരു ലൈക്കും ഷെയറൊക്കെ കൊടുത്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് നെയിമും കൂടി എഴുതി വെച്ച് അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ മറ്റേ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്ക് ഞാൻ ഫൈനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്